A cylindrical conductor of length 2 meter, area of cross section 0.2 millimeter square, carries electric current 1.6 ampere when its ends are connected to 2 volt battery. അപ്പോൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോസ്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ടർ ഈസ് ആൽഫ ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് ആണ്. എങ്കിൽ ആൽഫ എത്രയാണ്? അപ്പോൾ മൊബിലിറ്റി ആണ് ചോദിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 5 × 10⁻28 പെർ മീറ്റർ ക്യൂബ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19 ആണ്. അപ്പം മൊബിലിറ്റി നമുക്ക് അറിയുന്നതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് വേർ ദ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മൊബിലിറ്റി. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? V/E. ഓക്കെ, ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല. നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു I/NA. I കറണ്ടാണ്, N ചാർജ് ഡെൻസിറ്റി ആണ്, A ഏരിയ ആണ്, ഈ ഇലക്ട്രോണിക് ചാർജ് ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താ? വോൾട്ടേജ് ബൈ ലെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് നമുക്കിവിടെ അപ്ലൈ ചെയ്താൽ മ്യൂ ഇസ് ഈക്വൽ ടു I/NAE V/L or IL is equal to NAEV. ശ്രദ്ധിക്കുക, ഞാൻ സ്മോൾ ലെറ്റർ വി വെലോസിറ്റിക്കും ക്യാപിറ്റൽ ലെറ്റർ വി പൊട്ടൻഷ്യലിനുമാണ് എഴുതിയത്. ഓക്കെ, ദെൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കറണ്ട് 1.6 ആംപിയർ ആണ്, ലെങ്ത് 2 മീറ്റർ ആണ്, ചാർജ് ഡെൻസിറ്റി 5 × 10⁻28 ആണ്, ഏരിയ 0.2 millimeter സ്ക്വയർ ആണ്, 0.2 × 10⁻⁻6 അല്ലെങ്കിൽ 2 × 10⁻⁻7 എഴുതാം. ഓക്കെ, ഇലക്ട്രിക് ചാർജ് എടുക്കാൻ പറഞ്ഞത് 1.6 × 10⁻⁻19 ആണ്. ദെൻ പൊട്ടൻഷ്യൽ എത്രയാണ്? 2 വോൾട്ട് ആണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ്. 1.6 ക്യാൻസൽഡ്, 1.6 ക്യാൻസൽഡ്, 2 ക്യാൻസൽഡ്, ദെൻ 5 × 0.2 1 ആണ്. 5 × 0.2 1 ആയി. പവർ നോക്കിയേ, ഇവിടെ നമുക്ക് എഴുതുമ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു മുകളിലുള്ളത് 1, താഴെ 5 × 0.2 അതും എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അപ്പോൾ 1 × പവർ ചെക്ക് ചെയ്യാം. -19ഉം -6ഉം -25, -25ഉം +28, അവിടെ +3 മുകളിലോട്ട് വന്നാൽ -3 ആയി, 10⁻⁻3. അപ്പം നമ്മുടെ വാല്യൂ ആരുടെ സ്ഥാനത്ത്? ആൽഫയുടെ സ്ഥാനത്താണ് ചോദിച്ചത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ആരാ? 1.